എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2178 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് അനശ്വരനായ സംഗീതജ്ഞൻ ജോൺസൺ മാസ്റ്ററുടെ ഓർമ്മ ദിനമാണ്. ജോൺസൺ മാസ്റ്റർ അനുസ്മരിക്കുന്ന ഈ ചടങ്ങ് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണം ഡോക്ടറെ. താങ്ക് യു ഡോക്ടർ മനോജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുറന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2178 ദിവസമാണ്. ഇന്നത്തെ സൂം മലയാളം പ്രോഗ്രാമിൽ പ്രശസ്തനായിരുന്ന സംഗീതജ്ഞൻ ജോൺസൺ മാഷിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മോടൊപ്പം ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് നമ്മളിൽ ഒരാളായ ഡോക്ടർ മനു മഞ്ജിത്താണ്. മനു മഞ്ജിത്ത് പലതവണ സൂമിലെ പല പ്രോഗ്രാമുകളിലും ഡോക്ടർ പങ്കെടുത്തിട്ടുണ്ട്. ഹോമിയോപ്പതി ഡോക്ടർമാരും ഗാന രചനാ രംഗത്ത് വളരെ നല്ലൊരു സ്ഥാനം കരസ്ഥമാക്കി നല്ല രീതിയിൽ ഗാനങ്ങൾ രചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വവും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ മനു മഞ്ജിത്ത്. അദ്ദേഹത്തിന്റെ തിരുവാവണിലാവ് എന്നുള്ള പാട്ട് പാടാത്ത വ്യക്തികൾ ഉണ്ടാവില്ല. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. അതുപോലെ തന്നെ ഒരു ഉല്ലാസ ഗായിക എന്നുള്ള ഒരു പാട്ട്, അത് 3 കോടി ജനങ്ങളൊക്കെയാണ് യൂട്യൂബ് വഴി കണ്ടിരിക്കുന്നത്. അത്ര നല്ല പാട്ടും അതിന്റെ സീനറിയും എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഗാനരചനാ രംഗത്ത് പ്രഗത്ഭനായി നിലകൊള്ളുന്ന ഡോക്ടർ മനു മഞ്ജിത്താണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാനായി എത്തുന്നത്. ഡോക്ടർ മനുവിനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ജോൺസൺ മാഷ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമ്മോടൊപ്പം എല്ലാ വേദികളിലും പങ്കെടുക്കുന്ന ബിജു പെരുപ്പഴ സാറാണ്. അദ്ദേഹത്തെ പോലെ ഈ ഗാനരചന രചയിതാക്കളെയും അവരുടെ സംഗീതത്തെയും വിലയിരുത്തുവാൻ സാറിനെ പോലെയുള്ള കഴിവുള്ള വ്യക്തികൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുപോലെ നല്ല രീതിയിൽ സാറ് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യും. ശ്രീ ബിജു പെരുമ്പഴ സാറാണ് ഇന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഓർമ്മകളിലൂടെ, ജോൺസൺ മാഷിന്റെ ഓർമ്മകളിലൂടെ അങ്ങനെയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി നമ്മോടൊപ്പം എത്തുന്നത് ശ്രീമതി ക്രിസ്റ്റി കെ മാത്യു ആണ്. ശ്രീമതി മാഡം ജോൺസൺ മാഷിന്റെ ബന്ധു കൂടിയാണ്. അവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജ് GS. ഡോക്ടർ എല്ലാ വിശേഷാൽ ദിവസങ്ങളും ഓർത്തിരുന്ന് നല്ല നല്ല പ്രോഗ്രാമുകൾ സൂമിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഡോക്ടർ മനോജിനെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ നന്ദി പറയാനായി എത്തുന്നത് നമ്മോടൊപ്പം എല്ലാ ദിവസവും സൂം പ്ലാറ്റ്ഫോമിൽ ഉള്ള ഡോക്ടർ അജിനി മാളിയേക്കലാണ്. ഡോക്ടർ അജിനിയെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാട്ട് ഡോക്ടർ ഉൾപ്പെടെ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ഷൈല ഡോക്ടറെ. നമ്മുടെ ഉദ്ഘാടകനായ ഡോക്ടർ മനു മഞ്ജിത്ത് യാത്രയിലായിപ്പോയി, ഇപ്പം ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയിച്ചു. അതിനാൽ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കടക്കാം. കാരണം വളരെ മനോഹരമായി പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയുള്ള ബിജു പെരുമ്പഴ സാർ ഉള്ളപ്പോൾ പിന്നെ അത് തന്നെ ധാരാളമാണ്. സാറേ ക്യാമറ നടത്തി സാറ് ചരിഞ്ഞാ കാണുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നേരിട്ട് പ്രോഗ്രാമിലേക്ക് പോകാം. ജോൺസൺ മാസ്റ്റർ ഇപ്പം 15ാമത്തെ ചരമദിനമാണ്. സാറിനെ ക്ഷണിക്കും സാർ, പ്ലീസ്. നമസ്കാരം സാർ. ഇന്നിവിടെ നമുക്ക് ഡോക്ടർ മനു മഞ്ജിത്തിന്റെ സംഭാഷണം കേൾക്കാം എന്ന് വിചാരിച്ചിരുന്നു.
തിരുവാവൂരാവ് ഉൾപ്പെടെയുള്ള പാട്ടുകളുടെ രചയിതാവിന് നേരിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അസൗകര്യം കാരണം പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നറിയുന്ന വിഷമമുണ്ട്. എങ്കിലും യാത്രയാകുമ്പോൾ അത് നമുക്ക് കഴിയുന്നില്ല. ഇവിടെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ ഷൈല, ഇതിന്റെ മോഡറേറ്ററായിട്ട് ഉള്ള ഡോക്ടർ മനോജ്, പിന്നെ നമുക്ക് ഇന്നത്തെ ജോൺസൺ മാസ്റ്ററുടെ അനുസ്മരണത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നമുക്ക് ഓർമ്മകൾ പങ്കിടാനായിട്ട് കിട്ടിയിരിക്കുന്നത് ക്രിസ്റ്റി കെ മാത്യുവും. ക്രിസ്റ്റി ജോൺസൺ മാസ്റ്ററുടെ ഭാര്യ റാണി ജോൺസന്റെ സഹോദരിയാണ്. അപ്പം ഒരുപാട് ഓർമ്മകൾ ജോൺസൺ മാസ്റ്ററുടെ വ്യക്തിപരമായും എല്ലാമായിട്ടുള്ള ഒരു ബന്ധങ്ങളുടെ ഓർമ്മകൾ ഉണ്ടാകും. അപ്പം നമ്മുടെ സമയത്തിനകത്ത് നിന്നുകൊണ്ട് ആ കുറെ ഓർമ്മകളെങ്കിലും നമ്മളുമായിട്ട് പങ്കുവെക്കാൻ ക്രിസ്റ്റിയെ കൂടെ നമുക്ക് കിട്ടിയത് കൊണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് അതിൽ. അപ്പൊ ക്രിസ്റ്റിക്കും നമസ്കാരം. ജോൺസൺ മാസ്റ്ററുടെ അനുസ്മരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പാട്ടുണ്ട് ആകാശമാകെ എന്നുള്ള പാട്ട്. അപ്പൊ അൾത്താരയിൽ നിന്നും ആകാശമാകെ പടർന്നു കയറിയ ഒരു അതുല്യ സംഗീത പ്രതിഭയാണ് ജോൺസൺ മാസ്റ്റർ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് ഒരു നവസൗരഭ്യം, ആദ്യത്തെ സംഗീത സംഹിത കഴിഞ്ഞ ഒരു നവസൗരഭ്യം പകർന്നു നൽകിയ ഒരു അതുല്യ സംഗീതകാരനാണ്. ശാസ്ത്രീയ സംഗീതം വളരെ ചിട്ടയായിട്ട് പഠിക്കാൻ ജോൺസൺ മാസ്റ്റർ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത്. പക്ഷെ വളരെ നല്ല ചെറിയ പ്രായത്തിൽ തന്നെ ഹാർമോണിയവും ഗിറ്റാറും തുടങ്ങിയ ഉപകരണങ്ങൾ പഠിച്ച് അതിൽ പ്രാവീണ്യം നേടുകയും അത് ആ കൊച്ചു പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ പൊതുവേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയിരുന്നു ജോൺസൺ മാസ്റ്റർ. ഇപ്പൊ തൃശൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ചർച്ച് കൊയർ ആണ് അദ്ദേഹത്തിന്റെ സംഗീത സാധകം തുടങ്ങുന്ന വേദി. അതിൽ ഉപകരണ സംഗീതം വായിച്ചുകൊണ്ടാണ് ജോൺസൺ എന്ന യുവാവിന്റെ സംഗീത സാധകം ആരംഭിക്കുന്നത്. 1968 വോയിസ് ഓഫ് തൃശൂർ എന്നൊരു മ്യൂസിക് ക്ലബ്, അത് വളരെ പ്രശസ്തമായ ഒരു ക്ലബ്, അന്നും തുടങ്ങി ഇപ്പോഴും അത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്നത്തെ ഏറ്റവും വലിയ ഒരു മ്യൂസിക്, കലാഭവനും തൃശൂർ വോയിസ് ഓഫ് തൃശൂരും ഒക്കെ ആയിരുന്നു അന്ന് ഏറ്റവും കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന സംഗീത ക്ലബ്ബുകൾ, സംഗീത ട്രൂപ്പുകൾ. അപ്പൊ അതിൽ 1968 അംഗമായതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിന് ഒരു പുതിയ വഴി തെളിയുന്നത്. കാരണം ശുദ്ധമായ സംഗീതത്തോടൊപ്പം തന്നെ പാശ്ചാത്യ സംഗീതത്തിന്റെ നോട്ട്സുകളും ഈണങ്ങളും ഒക്കെ ആ ക്ലബിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് സ്വായത്തമാക്കാൻ ജോൺസണ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ 1954 മുതൽ മലയാള ചലച്ചിത്ര നാടക ഗാനങ്ങളിൽ ഉണ്ടായ ഒരു നവോത്ഥാനമുണ്ട്. ആ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് സാഹിത്യത്തിലും ഗാനങ്ങളുടെ സംഗീതത്തിലും ഉണ്ടായ വലിയൊരു മാറ്റം ഗാനസ്നേഹികൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ വളരെ പൂർണ്ണ മനസ്സോടെയാണ് സ്വീകരിച്ചത്. ഇപ്പൊ 1960കളിലും 70കളിലും ഒക്കെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഏതാണ്ട് പുഷ്പാഭരണം ചൂടി നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലെ അത്ര തലയുയർത്തി നിന്നിരുന്ന ഒരു കാലമാണ് 60കളിലും 70കളിലൊക്കെ. അപ്പൊ ആ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ദേവരാജൻ മാസ്റ്റർ, കെ രാഘവൻ മാസ്റ്റർ, ബാബുരാജ്, ദക്ഷിണാമൂർത്തി എന്നീ അപൂർവ സംഗീതകാരന്മാർ ആ കാലഘട്ടത്തിലെ ഒരു സമ്പത്തായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അവരിൽ തന്നെ ദേവരാജൻ മാസ്റ്റർ ഒരു സാമൂഹ്യ പരിഷ്കരണവും മനുഷ്യസ്നേഹവും എല്ലാം സംഗീതത്തെ ഉൾക്കൊള്ളിച്ച ഒരു സംഗീതകാരനായിരുന്നു. ആ സംഗീതം അദ്ദേഹം സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി ഒരു ഉപകരണമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു സംഗീത ലോകവുമായി ദേവരാജൻ മാസ്റ്റർ പോലുള്ള ഒരു സംഗീത ശില്പിയുടെ സംഗീത ലോകവുമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് ജോൺസൺ എന്ന സംഗീതകാരന്റെ കലാജീവിതത്തിൽ തെളിമയുള്ള ഒരു അധ്യായം എഴുതി ചേർത്തത്. നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രനാണ് ജോൺസണെ ദേവരാജൻ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ ജോൺസന്റെ ഗിറ്റാറിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഒരു നാദബിന്ദുക്കളുടെ അമൂല്യത മനസ്സിലാക്കാൻ ദേവരാജൻ മാസ്റ്റർ പോലുള്ള സംഗീതത്തിന്റെ ഒരു രാജശില്പിക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് അപ്പൊ തന്നെ അത് മനസ്സിലായി, അതിന്റെ ഒരു മൂല്യം അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ്. ആദ്യമായിട്ട് ജോൺസൺ ദേവരാജൻ മാസ്റ്ററെ കാണുമ്പോൾ ദേവരാജൻ മാസ്റ്റർ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു അത്ര മധുരമല്ലാത്തൊരു മൂളലാണ് എന്നുള്ളൊരു മൂളലാണ് ജോൺസൺ ആദ്യം ജയചന്ദ്രൻ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ആ ഇരുത്തം വന്ന മൂളൽ ജോൺസണെ ദേവരാജൻ മാസ്റ്റർ അംഗീകരിച്ചു മനസ്സാൽ എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു ചരിത്രം നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പൊ ആ ദേവരാജൻ മാസ്റ്ററുടെ കൂടെ അന്ന് വന്നതിന് ശേഷം ദേവരാജൻ മാസ്റ്ററുടെ ഉള്ള അനേകം ഗാനങ്ങളിൽ
പശ്ചാത്തല സംഗീതം, ആസ്വാദ്യകരമായ വളരെ സൗന്ദര്യപരമായ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ജോൺസന് കഴിഞ്ഞു. അപ്പൊ ആ രണ്ട് അതുല്യ പ്രതിഭകളുടെ, ദേവരാജ മാസ്റ്റർ എന്നുള്ള ഒരു സംഗീതത്തിന്റെ രാജശില്പിയും അദ്ദേഹത്തിന്റെ കൂടെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ കടന്നു വന്ന ജോൺസൺ മാസ്റ്ററും ചേർന്നുള്ള ഒരു സംഗീത സംഗമം എന്ന് പറയുന്നത് ഒരു അതുല്യ സംഭാവനയാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് തന്നത്. ജോൺസൺ മാസ്റ്ററുടെ പശ്ചാത്തല സംഗീതവും ദേവരാജ മാസ്റ്ററുടെ സംഗീതവും ചേർന്നിട്ട് വന്നത്. ഇപ്പൊ ആരവം എന്ന ചിത്രത്തില്, ഭരതന്റെ ആരവം എന്ന ചിത്രത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടാണ് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് സ്വതന്ത്രമായി ജോൺസൺ കടന്നു വരുന്നത്. അതിനുശേഷം വരികൾക്ക് സ്വന്തമായി ഈണം കൊടുക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ അതിനുള്ള ഒരു ധൈര്യം ജോൺസണ് കിട്ടിയത് തീർച്ചയായിട്ടും ദേവരാജൻ മാസ്റ്റർ എന്ന ആ ഗുരുവിന്റെ സംസർഗം തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇണയത്തേടി, ഐ.വി. ശശിയുടെ ഒരു പ്രശസ്തമായൊരു ചിത്രമാണ്, പുതുമുഖങ്ങളെ വെച്ച്. ആ ഇണയത്തേടി എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തോടു കൂടിയാണ് വിപിനവാടിക പൂചൊരിഞ്ഞു എന്നൊരു ഗാനമാണ് ആദ്യമായിട്ട് ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തു വരുന്ന, സ്വതന്ത്രമായ സംഗീത സംവിധാനത്തിൽ പുറത്തു വരുന്ന ഗാനം. അപ്പൊ ആ ഗാനം പുറത്തു വന്നതിന് ശേഷം അന്നത്തെ പ്രശസ്തരായ യുവ അല്ലെങ്കിൽ ഒരു മലയാള ചലച്ചിത്ര രംഗത്ത്, സംവിധാന രംഗത്ത് ഒരു പുതുമയിലേക്ക് നമ്മളെ കൊണ്ടുപോയ പത്മരാജൻ, ഭരതൻ, സത്യനന്ദിക്കാട്, ബാലചന്ദ്ര മേനോൻ, കമൽ തുടങ്ങി പുത്തൻ തലമുറയിലെ ശ്രദ്ധേയരായ സംവിധായകരെല്ലാം ജോൺസനെ തേടി വന്നു എന്നുള്ളതാണ്. ആ ഒരു പാട്ടിന് ശേഷം, ആരവത്തിന്റെ പശ്ചാത്തല സംഗീതവും ഇണയത്തേടി എന്നുള്ള ആ ഒരു ഗാനത്തിന് ശേഷം ജോൺസനെ തേടി ഈ പുതു സംവിധായകർ എത്തി എന്നുള്ളതാണ്. അത് ജോൺസന്റെ ഒരു നിശ്ചയദാർഢ്യം, പാട്ടുകൾ ചെയ്യുന്നതിന്റെ ഒരു നിശ്ചയദാർഢ്യം, അത് ദേവരാജ മാസ്റ്ററിന് കിട്ടിയതാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ചലച്ചിത്ര രംഗത്തെ കുറിച്ചുള്ള ഒരു വിവേകപൂർവമായ സമീപനം, ഇത് രണ്ടുമായിരിക്കണം, ഇത് രണ്ടുമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ പുതു സംവിധായകർ അല്ലെങ്കിൽ യുവതലമുറയിലെ ശ്രദ്ധേയരായ സംവിധായകരെ ജോൺസണിലേക്ക് അടുപ്പിച്ചത്. ഇപ്പം ഒരു ഗാന സന്ദർഭം, അതാണ് ജോൺസനെ പറ്റി ഇവരൊക്കെ പറയുന്നത് അങ്ങനെ, പ്രത്യേകിച്ച് സത്യനന്ദിക്കാടൊക്കെ പറയുന്നത്, ഒരു ഗാന സന്ദർഭം കൊടുത്തു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ അത് അദ്ദേഹം സാധാരണ സംഗീത സംവിധായകർ ഹാർമോണിയത്തിലാണ് ചെയ്യുന്നത്, ദേവരാജ മാസ്റ്റർ ഇത് സംഗീതം. പക്ഷെ ജോൺസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗിറ്റാറിൽ മുട്ടി അല്ല ഗിറ്റാറിൽ ഒരു തന്ത്രികൾ മുറുക്കി ആ ഒരു ഈണം അദ്ദേഹം കണ്ടെത്തും. ഗിറ്റാറിന്റെ ആ ഗാന സന്ദർഭം അദ്ദേഹം മനസ്സിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. ആ ഗാന സന്ദർഭം കൊണ്ടുവന്നാൽ ആ കഥാപാത്രങ്ങളുടെ ആത്മാവ് അദ്ദേഹം ആ ഒരു സംഗീതത്തിലേക്ക്, കഥാസന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ ആ പാടുന്ന ആളിന്റെ ഒരു ആത്മാവിന്റെ ഒരു സൗന്ദര്യം, അതെന്താണ് ആ ഒരു സന്ദർഭം എന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് ഈണം പുറത്തു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ആസ്വാദികരമാവും, ആ സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ, ആ സന്ദർഭത്തിന്റെ വികാരത്തിനോട് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഈണം പുറത്തു വരുന്ന അങ്ങനെയാണ്. അദ്ദേഹം സന്ദർഭത്തിന് ഗിറ്റാറിന്റെ തന്ത്രികൾ മുറുക്കി അദ്ദേഹം കണ്ടുവരുന്നു, ആത്മാവിന്റെ കഥാപാത്രങ്ങളുടെ ആത്മാവിനെ അദ്ദേഹം കണ്ടുപിടിക്കുന്നു, അങ്ങനെ ആ ഗാനത്തിന്റെ ഈണം വരുന്നു. അപ്പൊ ആ ഈണം, അങ്ങനെ വരുന്ന ഈണം ആ ചലച്ചിത്ര സന്ദർഭത്തിന്റെ ശക്തിയും സൗന്ദര്യവും വികാരവും എല്ലാം ഒത്തിണങ്ങിയ ഈണങ്ങളാണ്. അപ്പൊ അതിന് നമുക്ക് ഒരുപാട് ജോൺസൺ മാസ്റ്റർ എല്ലാ ഗാനങ്ങളും, പക്ഷെ എന്നാലും ഒരു 1-2 ഗാനങ്ങൾ നമുക്ക് വരികൾ പാടി പറഞ്ഞു പോകേണ്ട ഇതുണ്ട്. നമുക്കപ്പം ഇപ്പം നമ്മുടെ ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തില് ഇനിയൊന്നു പാടൂ ഹൃദയമേ എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ആ ചിത്രീകരണ രംഗമാണ് മമ്മൂട്ടിയും ശോഭനയുമായിട്ട്. കാരണം ആ സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംഗീതമാണ് ആ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പവിഴംപോൽ, അത് പിന്നെ നമുക്ക് എക്കാലത്തെയും മനോഹരമായ ഒരു പ്രണയഗാനമാണ് ONV സാറിന്റെ പവിഴം. അത് വളരെ താഴ്ന്ന് തുടങ്ങുന്ന ഒരു ചിത്രം. അതിപ്പം ONV സാർ അത് ഈ ഒരു പാട്ട് ട്യൂൺ കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നതാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ജോൺസൺ മാസ്റ്ററുടെ ട്യൂൺ കൊടുത്തിട്ടാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു കവിത കിട്ടി, ആ കവിത ഒരു മനോഹരമായ ഗാനമാക്കി എന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. കാരണം ഒരു വാക്ക് പോലും അതിനകത്തുനിന്ന് വ്യത്യസ്തപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് മാറി നിൽക്കുന്നില്ല ആ സംഗീതത്തിൽ നിന്ന്. അതായത് 2 പ്രതിഭകൾ, ജോൺസൺ മാസ്റ്റർ എന്നുള്ളൊരു സംഗീത പ്രതിഭയും ONV കുറുപ്പ് എന്നൊരു മഹാകവിയും ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതിലാണ്. ഒരു വാക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെയാണ് പവിഴം പോലെ നിന്നനുരാഗമിതൻ സിരയിൽ. ഇപ്പൊ ജോൺസൺ മാസ്റ്റർ പറഞ്ഞ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ
നിന്നനുരാഗമിതൻ സിരയിൽ എന്ന് വരുന്നത് ആ ഗാന സന്ദർഭം, ആ മോഹൻലാലും ശാരിയും ചേർന്ന് അഭിനയിക്കുന്ന ആ ഒരു സന്ദർഭത്തിന്റെ വികാര തീവ്രത ഈ രണ്ട് പ്രതിഭകളും പൂർണ്ണമായും മനസ്സിലാക്കി നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ അന്നത്തെ വരികളുടെയും സംഗീതത്തിന്റെയും ഒരു ഗുണമായിട്ട് നമുക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ ആകാശമാകെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ആകാശമാകെ. പിന്നെ ദേവാങ്കണങ്ങൾ, ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, ആ ഞാൻ ഗന്ധർവനിലെ ആ അയാളെ വന്നൊരു പരാതി, എന്നെ ഇപ്പൊ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ വിട്ടു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് കൈതപ്രം ആ പാട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഇപ്പോഴും നമുക്ക് ഓർമ്മ വരിക തമ്പുരു വെച്ച് ആ ഗന്ധർവൻ പാടുന്ന ഒരു നിതീഷ് ഭരദ്വാജാണല്ലോ. അപ്പൊ അദ്ദേഹം പാടുന്ന ഒരു സീനാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു അപകടത്തിന് ശേഷം ഒരു 2-3 വർഷത്തിന്റെ വിശ്രമത്തിന് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വന്നൊരു സിനിമയാണ് ഫോട്ടോഗ്രാഫർ. അതിനകത്തും അതുപോലെ ആ ഒരു 3 വർഷത്തെ ഇടവേളയൊന്നും ആ സംഗീത പ്രതിഭയിൽ 1 ഇഞ്ച് പോലും കുറച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. എന്തേ കണ്ണന് കറുപ്പു നിറം, എന്തേ കണ്ണനിത്ര കറുപ്പു നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ. അപ്പം അത് കാളിയനെ കൊന്നോ എന്നുള്ള സംശയം ഈ ഒരു വരികളിലെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഒരിക്കൽ ജോൺസൺ മാസ്റ്റർ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ശക്തിഗാഥയുടെ വന്നപ്പോൾ ഞാനാണ് അദ്ദേഹമായിട്ട് ഒരുമിച്ച് പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ മാസ്റ്റർ ഇങ്ങനെ ഈ ഒരു പാട്ട് അത് എന്ത് ചെയ്യാനാണ് ബിജു, അത് നമ്മൾ പറഞ്ഞു, പക്ഷെ നമുക്ക് ഒരുപാട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് പുള്ളി അതിനകത്ത് എന്തോ ഒരു ന്യായമൊക്കെ പറഞ്ഞു, പിന്നെ നമ്മൾ ചെയ്തു കൊടുത്തു. അങ്ങനെയൊക്കെ ഒരു ഇതിലാണ്. അപ്പൊ കാളിയനെ കൊന്നില്ല എന്നുള്ള ഒരു കഥയാണ് നമുക്ക് അറിയാവുന്നത്. അപ്പൊ അത് പോട്ടെ. അപ്പൊ അത് ആ പാട്ട് പോലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനുരാഗിണി, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ ഇത് 2-3 സന്ദർഭങ്ങളിലായിട്ട് യോജിച്ച് പോകുന്ന പാട്ടുകൾ ഞാൻ പറഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ജി വേണുഗോപാൽ എന്നൊരു ഗായകനെ ഈ മലയാള ചലച്ചിത്രത്തേക്ക് അവതരിപ്പിച്ചത് നമ്മുടെ മോഹൻ സിത്താരയാണ്. 1 മുതൽ 0 വരെ എന്നുള്ള ചിത്രത്തിലാണ്. വേണുഗോപാലിനൊരു വളരെ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഹിറ്റ് ആദ്യം കൊടുത്തത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറാണ്. 1-ാം രാഗം പാടി എന്നുള്ള പാട്ടാണ്. പക്ഷേ ജി വേണുഗോപാൽ എന്ന ഗായകനെ നമ്മുടെ കുടുംബ സദസ്സിലെ വേണുഗോപാൽ എന്നൊരു ഗായകനാക്കി മാറ്റിയത് ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളാണ്. അതിന് ഈ പറഞ്ഞ പോലെ താനേ പൂവിട്ട മോഹം മോഹം വിതുമ്പും നേരം, അതൊരെണ്ണം. പിന്നെ പൂത്താലം വലം കൈയിലേന്തി വാസന്തം, പള്ളിത്തേരുണ്ടോ മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂകിപ്പോയി. അപ്പം ഇതൊക്കെ നമ്മളപ്പോ ഈ പാട്ടുകളാണ് വേണുവാക്കി മാറ്റിയത്. വേണുഗോപാൽ എന്ന ഗായകനെ നമ്മുടെ കുടുംബത്തെ എല്ലാം നമ്മുടെ ഒരു ആള് എന്നുള്ള രീതിയിലുള്ള ഗാനങ്ങൾ കൊന്നത് ഈ പാട്ടുകളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, അതിനകത്ത് 2-3 നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അത് ഈ ഗിറ്റാറിന്റെ ഇതായത് കൊണ്ട് തന്നെ പാശ്ചാത്യ സംഗീതത്തിന്റെ നോട്ടുകൾ ആ ഗിറ്റാറിന്റെ തന്ത്രികളിൽ ഉണ്ട്. ഒരുപാട് അദ്ദേഹം പാശ്ചാത്യ സംഗീതമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ എങ്കിലും ശുദ്ധ സംഗീതത്തിന്റെ വശ്യ ലളിതമായ ഈണങ്ങളാണ് അദ്ദേഹത്തിന്റെ മലയാള പാട്ടുകളിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പാശ്ചാത്യ സംഗീതത്തിന്റെ അഗാധമായ അറിവുണ്ടെങ്കിലും അത് മലയാള ഈണങ്ങളിൽ സമന്വയിപ്പിക്കാൻ ജോൺസൺ മാസ്റ്റർ ശ്രമിച്ചിട്ടില്ല. അതും ദേവരാജ മാസ്റ്ററുടെ ഒരു ഇതാണ്. കാരണം ശാസ്ത്രീയ സംഗീതത്തിൽ അഗാധമായ അറിവ്, സ്വന്തമായി കച്ചേരികൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ദേവരാജ മാസ്റ്റർ ശാസ്ത്രീയ സംഗീതത്തിന് അമിതമായ ഉപയോഗം മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ, സാധാരണ ഗാനങ്ങളിൽ വരും. അത് നാദബ്രഹ്മം പോലുള്ള ഗാനങ്ങൾ അദ്ദേഹം ശാസ്ത്രീയം മാത്രം ചെയ്തു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം ഗാനങ്ങളിലും രാഗങ്ങളുടെ ഒരു ചായ്വ് ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷമായി മുഴുവനായിട്ട് അദ്ദേഹം എടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ജോൺസൺ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്ല, സാഹിത്യത്തിന് അത്യന്തം വിലമതിക്കുന്ന ഒരു, അതുപോലെ തന്നെ ലളിതമായ സംഗീതം കൊടുക്കുന്നതിലും ഒരു വളരെ അഗ്രഗണ്യനായിരുന്നു ജോൺസൺ മാസ്റ്റർ എന്ന് നമുക്ക് പറയാം. അതിൽ പഴം പോലൊക്കെ നമ്മൾ പറഞ്ഞു, അതെല്ലാം ഗിറ്റാർ, തബല, കീബോർഡ് ഇതെല്ലാം ഒരുപോലെ പോകുന്നു. അതിന്റെ ഫ്ലൂട്ട് മാത്രം ഇടയ്ക്ക് കുറച്ചൊന്ന് കൂടി നിൽക്കും, കുറച്ചൊന്ന് കുറഞ്ഞു നിൽക്കും. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ ഗാന സന്ദർഭത്തിന് അത്രമാത്രം മനോഹരമാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരുപാട് പാട്ടുകൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പം ദേവരാജൻ മാസ്റ്ററുടെ ഇഷ്ടരാഗമായ മോഹനത്തില് ജോൺസൺ മാസ്റ്റർ ചെയ്തിരിക്കുന്നത് സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം കൊടുക്കുന്നുവോ, അങ്ങനെ ഒരു പാട്ട് കെ ജയകുമാർ സാറിന്റെ പാട്ടാണ്.
അപ്പൊ അതിനകത്ത് തന്നെ അത് ഉച്ചസ്ഥായിലേക്ക് അതൊന്നും പോകാതെ, മോഹനരാഗത്തിൻ്റെലേക്ക് പോകാതെ അദ്ദേഹം താഴ്ന്ന ഇതിൽ തന്നെയാണ് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് ഇപ്പൊ മെല്ലെ മെല്ലെ മുഖപടം, പാതിമൈ മറഞ്ഞതിന്റെ, അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ ആ ഒരു ലളിതമായ സംഗീതത്തിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റും. എന്നാൽ ഇതുപോലൊരു ലളിതമായ സംഗീതം തന്നെ ഇപ്പൊ ചമയം എന്ന ചിത്രത്തില് ഒരു ചടുലതാള ഗാനമുണ്ട്. നമ്മൾ ഈ അടിപൊളിപ്പാട്ടെന്നൊക്കെ പറയും. ചടുലതാളം ഗാനത്തിൽ തന്നെ അന്തിക്കടപ്പുറത്തൊരാലക്കുട നിവർത്തി നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് എന്ന് പാടുന്ന ഒരു ഒരു ചടുലതാളത്തെ ഗാനത്തിലും സാധാരണമായ ഒരു അടിപൊളിപ്പാട്ടിൽ നിന്ന്, ഒരു ചടുലതാളത്തിൽ നിന്നും മാറി ഒരു മെലഡിയുടെ ആസ്വാദ്യത നമുക്ക് തരുന്നുണ്ട്. ആ ഒരു പാട്ടിൽ നമ്മൾ പാടി വരുമ്പോഴേ ഈ ബഹളം ഉണ്ടെങ്കിൽ തന്നെ കുറച്ചിങ്ങനെ പാടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു അന്നേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ എന്നുള്ളൊരു മെലഡി അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വളരെ ആവേശത്തോടെ ആ ഒരു പാട്ട്, ജോൺസൺ മാസ്റ്റർ പാട്ട് നമ്മൾ സ്വീകരിച്ചത്. പക്ഷെ ഇവിടെ എല്ലാം തന്നെ വാദ്യോപകരണങ്ങൾ ആവശ്യാനുസരണം മാത്രമേ ജോൺസൺ മാസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവയെല്ലാം നിത്യ സുരഭില ഗാനങ്ങളായി നമ്മളിൽ നിലനിൽക്കുന്നത്. ജോൺസൺ മാസ്റ്ററുടെ വേറൊരു അപാരമായ അല്ലെങ്കിൽ അതുല്യമായ ഒരു സെക്ഷൻ മലയാള ചലച്ചിത്രത്തിലുള്ളത് പശ്ചാത്തല സംഗീതമാണ്. ഇപ്പം ചലച്ചിത്രത്തിൽ ഗാനത്തിനായാലും പശ്ചാത്തല സംഗീതത്തിനായാലും ഒരുപോലെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ സംഗീത സംവിധായകരിൽ ഒരാളാണ് ജോൺസൺ മാസ്റ്റർ. ഇപ്പൊ ചലച്ചിത്ര സന്ദർഭങ്ങൾ അത് ഉൾക്കൊള്ളുന്ന വികാര തീവ്രതയോടെ, ആസ്വാദ്യതയോടെ അവതരിപ്പിക്കുക ഗാനങ്ങളിലൂടെ എന്നതാണ് ചലച്ചിത്ര സംഗീത സംവിധായകൻ ചെയ്യുന്നത്. അപ്പൊ അതുണ്ടാക്കുന്ന അനുഭൂതി ചിത്രത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യം നമുക്ക് കാണിച്ചു തരും. അപ്പൊ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല സംഗീതം ഒരുക്കുക എന്നുള്ളത്. കാരണം അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു സന്ദർഭത്തിന്റെ സ്വഭാവവും സവിശേഷതയൊക്കെ മനസ്സിലാക്കി അർത്ഥപൂർണമായ ഒരു സംഗീതം അവിടെ കൊടുക്കണം. അത് നിശബ്ദതയിൽ, അതായത് വേറെ ആ ഒരു സന്ദർഭത്തിന്റെ വികാരം മനസ്സിലാക്കുന്ന നിശബ്ദതയാണ് അവിടെ, സംഭാഷണങ്ങളില്ല. അപ്പൊ ആ സമയത്ത് അതിന് ചേർന്ന് ആ നിശബ്ദതയ്ക്ക് സംഗീതം കൊടുക്കുക എന്നുള്ളതാണ് പശ്ചാത്തല സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യേണ്ടത്, അതിന് ഈ അർത്ഥവും സംഗീതവും കൊടുക്കേണ്ടത് സംഗീത സംവിധായകന്റെ മാത്രം കടമയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ജോൺസൺ മാസ്റ്റർ. അതിനകത്ത് സംവിധായകന്റെയോ നിർമ്മാതാവിന്റെയോ ഒന്നും അഭിപ്രായം അദ്ദേഹം തേടാറില്ല. അതുകൊണ്ട് പടങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്ന് ധൈര്യപൂർവ്വം തന്റെ നിലപാട് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം. അതിനകത്ത് ഇപ്പൊ നമുക്ക് പശ്ചാത്തല സംഗീതത്തിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം ഒരെണ്ണം പറയുകയാണെങ്കിൽ തൂവാനത്തുമ്പികളാണ്. അതില് ഈ മോഹൻലാൽ, ജയകൃഷ്ണനും ക്ലാരയും തമ്മിലുള്ള, മോഹൻലാലും സുമലതയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഒരു മധുര നൊമ്പരം, അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധം ഇപ്പോഴും നമ്മുടെ മനസ്സുകളെ മഥിക്കുന്നുണ്ടെങ്കിൽ അതിന് പത്മരാജന്റെ ഒരു തലോടലും മോഹൻലാലിന്റെയും സുമലതയുടെയും അപൂർവ അല്ലെങ്കിൽ അതിമനോഹരമായ അഭിനയ മുഹൂർത്തങ്ങളും അതിനോടൊപ്പം നിൽക്കുന്നതാണ് ആ രംഗങ്ങളിൽ, അല്ലെങ്കിൽ ഇവർ കാണുമ്പോൾ കിടക്കുന്ന പശ്ചാത്തലത്തിൽ വരുന്ന സംഗീതം. വളരെ സൂക്ഷ്മമായി, വളരെ മൃദുവായ അവരുടെ ബന്ധത്തിന്റെ ആർദ്രതയെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഗീതമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ഒരു ഉദാഹരണമാണ്. അതുപോലെ നമുക്കറിയാം പശ്ചാത്തല സംഗീതത്തിന് ആദ്യമായി മലയാളത്തിന് ഒരു നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ് കിട്ടുന്നത് ജോൺസണാണ്. പൊന്തൻവാട എന്ന ചിത്രത്തിലെ പശ്ചാത്തല സംഗീതത്തിനാണ് ആദ്യമായി നാഷണൽ അവാർഡ്. അപ്പൊ അത്രമാത്രം ഒരു പ്രാധാന്യമുള്ള ഒരു മേഖലയിലാണ് അദ്ദേഹം ഏറ്റവും നല്ല അവാർഡ് വാങ്ങിച്ചു നിൽക്കുന്നത്. പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും അത് ഒരുപോലെ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അപരിഹാര്യമായ ഒരു നഷ്ടമാണ് ജോൺസൺ മാസ്റ്ററുടെ വിയോഗത്തിലൂടെ മലയാള ചലച്ചിത്ര വേദിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. സാഹിത്യത്തെയും മാനവ സംസ്കാരത്തെയും സംഗീതത്തെയും പ്രണയിച്ചിരുന്നൊരു അതുല്യ സംഗീത പ്രതിഭ അതായിരുന്നു ജോൺസൺ മാസ്റ്റർ. ഇന്ന് അദ്ദേഹത്തിന്റെ 15ാമത് ചരമദിനം. ഇന്നെന്നല്ല, ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും എന്ന് പണ്ട് വയലാർ പാടിയിരുന്നു. ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഈ സംഗീതം നമുക്ക് മാത്രം, നമുക്ക് മാത്രം, നമുക്ക് മാത്രം എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ആ മഹാനായ അതുല്യ സംഗീതകാരന്റെ, മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് നവസൗരഭ്യം പകർന്ന ആ അതുല്യ സംഗീതകാരന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നും എന്നെ
ഇതിവിടെ ക്ഷണിച്ചതിൽ ഡോക്ടർ മനോജിനോടുള്ള പ്രത്യേക ഒരു സന്തോഷവും ഞാൻ അറിയിക്കുന്നു. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാറ്. വളരെ ഭംഗിയായിട്ട് പാടി. നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. സംഗീതം അങ്ങയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരു പക്ഷേ ജന്മജന്മാന്തരങ്ങളെ കിട്ടിയ ഒരു വാസന തന്നെ ആയിരിക്കണം. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഗതികൾ വളരെ മനോഹരമായി വന്നിട്ടുണ്ട്. അതുപോലെ ആരവത്തെ കുറിച്ച് പറയണ ഒരു ആരവം എന്ന സിനിമയ്ക്കാണ് സംഗീതം സംഗീതം കൊടുത്തെങ്കിലും അത് ആരവമായി മാറി എന്നുള്ളത് നമുക്കറിയാം. ഇനി നമുക്ക് ജോൺസൺ മാസ്റ്ററുടെ ഭാര്യയുടെ സഹോദരി ആയ ശ്രീമതി ക്രിസ്റ്റീനെ അടുത്ത ആദരവും ക്ഷണിക്കുന്നു. വേണം ഓർമ്മകൾ പങ്കുവെക്കാനായി. അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ശരി. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. നമസ്കാരം. എന്നെ ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ബിജു സാറിന് താങ്ക്സ് പറയട്ടെ. എനിക്ക് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് പാടുന്ന മേഖലയിലുള്ളതാണ്. ഈ മനോജ് മഞ്ജിത്ത് സാറിനെ കുറിച്ച് ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ അത്ര പാട്ടറിയാം, തിരുവാവണി രാവ് പാട്ടറിയാം. പക്ഷെ അദ്ദേഹമാണ് അതിന്റെ എന്താ പറയാ ക്രിയേറ്റർ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും വളരെ സന്തോഷം. കാണാൻ പറ്റിയില്ല. ഇന്ന് വൈകിയാണെങ്കിലും ഇനി എത്തുന്നുണ്ടോ ഈ ഷോയിൽ അദ്ദേഹം? ഇല്ല, വയനാട്ടിലങ്ങാണ്ട് യാത്ര പോയപ്പോ എത്തൂല്ല എന്ന് പറഞ്ഞു. ഓ അത് ശരി. സിനിമയുടെ ബന്ധപ്പെട്ട് സെറ്റിലാണ് പോകണമെന്ന് പറഞ്ഞു. അതെ. അപ്പൊ ഈ കഴിഞ്ഞ സൺഡേയിലെ സൺഡേ സപ്ലിമെന്റ് കണ്ടായിരുന്നോ? പേപ്പറിൽ ഒരു ഹാഫ് പേജ് കംപ്ലീറ്റ് ജോൺസൺ മാഷിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. ചേച്ചീനെയും മക്കളെയും എല്ലാം ചേർത്തിട്ടുള്ള. ചേച്ചി എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ മോളാണ്. എടക്കൊച്ചിയിലാണ് വീട്. ഞാൻ എങ്ങാണ്ട് രണ്ടാം ക്ലാസ് 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇവരുടെ കല്യാണം. അപ്പോ എന്താ ചേച്ചി പറഞ്ഞിട്ടുള്ള കുറെ അറിവുകൾ. അവര് ചേട്ടൻ മരിച്ചതിന് ശേഷം ഇവര് പാലാരൂട്ടത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് ആ വീടൊക്കെ വിറ്റ് ഇവിടെ പൂക്കാട്ടുപടിയിൽ ഒരു വില്ല വാങ്ങിച്ചു. അതിനൊക്കെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് ഞാൻ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞാനും ഹസ്ബൻഡും കൂടെ വീക്ക്ലി വൺസ് പോകും പൂക്കാട്ടുപടിക്ക്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഒറ്റയ്ക്ക് ചേച്ചിക്ക് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. അമ്മ ആണ് കൂടെ ഉണ്ടായിരുന്നത്. അമ്മയ്ക്കും വയ്യാണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ അവിടെ ഒരു എന്താ IT പ്രൊഫഷണൽസ് ഒക്കെ ഉള്ള ഒരു വില്ലയായിരുന്നു. അപ്പൊ പിന്നെ അത് അവരെല്ലാരും മാറ്റം കിട്ടി ട്രിവാൻഡ്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോ ഇവരവിടെ ഒറ്റപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ചേച്ചി ഇപ്പം അത് വിറ്റ് ഇപ്പൊ ഇവിടെ നെട്ടൂർ ഒരു ഫ്ലാറ്റിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഏറ്റവും സങ്കടകരം എന്ന് പറഞ്ഞാല് ചേട്ടൻ പോയത് ചേച്ചിക്ക് ഒരു അസുഖമുള്ള കാര്യം അറിയായിരിക്കുമല്ലോ. കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? ബ്ലഡ് റിലേറ്റഡ് ആണ്. ഇങ്ങനെ നമ്മൾ ബ്ലഡ് റിലേറ്റഡ് ആണ്. നമുക്കൊക്കെ 1.5 ലക്ഷമാണ് വൈറ്റ് സെൽസ് ഉണ്ടാവുക. ചേച്ചിക്ക് അത് 20 താന്നു പോകുമ്പോൾ ബ്ലീഡിങ് വരും. മൂക്കിൽ നിന്നും ഒക്കെ ബ്ലീഡിങ് വരും. അപ്പൊ ആദ്യം ഈ അസുഖം അറിഞ്ഞപ്പോ ചേട്ടനും പിള്ളേരും കൂടെ ഭയങ്കര കരച്ചിലായിരുന്നു. ചേച്ചി ആദ്യം പോകുമെന്നും പറഞ്ഞു. ചേട്ടൻ പോയി. മകന് ബൈക്ക് ആക്സിഡന്റ്. അവനൊരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു. അവന് ചേച്ചി പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. 21ാമത്തെ വയസ്സിൽ അവന് ബർത്ത്ഡേക്ക് ഒരു ടോയ് കാറാണ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ ഇവനൊരു ഷൈ ടൈപ്പ് ആയതുകൊണ്ട് ഇവനൊന്ന് കുറച്ചൊന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവനെ ഈ ബൈക്ക് റേസിങ്ങിന്റെ അതിനുകൊണ്ട് ചേർക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അവനതിലെല്ലാം ഫസ്റ്റ് ആയിട്ട് വിൻ ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, ഫാമിലിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അവൻ മരിച്ചു, സ്പോട്ടിൽ മരിച്ചു. ഒരു ലേഡീനെ രക്ഷിക്കാൻ വേണ്ടി ബ്രേക്ക് പിടിച്ചാന്നാ കേട്ടത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ചേച്ചി ഇങ്ങോട്ട് പാലാരൂട്ടത്തേക്ക് അമ്മച്ചി കൊണ്ടുവന്നിട്ട് പാലാരൂത്തെ വീട്ടിലായിരുന്നു. പിന്നെ മോള് മൈസൂരിന്ന് അവിടെ ജോലിയായിരുന്നു. പക്ഷെ അവള് നല്ല നേരെ ഓപ്പോസിറ്റാ. ഭയങ്കര സ്മാർട്ടാ. ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ലോറിക്കാരൻ കാറിനിട്ടൊന്ന് മോദിയതിനെ അവള് കാറിന്റെ ക്യാബിനിൽ ചാടിക്കറി ആ കിവി ഊരിയെടുത്തിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. മോൾ അത്ര സ്മാർട്ടായിരുന്നു അവള്. പിന്നെ എനിക്ക് തോന്നുന്നു കൊച്ചിന് സ്ട്രെസ് ഉണ്ടായിരുന്നായിരിക്കും. അപ്പനും മരിച്ചു, ആങ്ങളെയും പോയി. ഇടയ്ക്കൊക്കെ അവള് രാത്രി വിളിച്ചൊക്കെ ഭയങ്കര കരയുമായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ അവനും പോയില്ലേ, അപ്പ മരിച്ച പിന്നെ അപ്പയ്ക്ക് ഇത്രയും ഏജ്, ഡാഡിക്ക് ഇത്ര ഏജ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവൻ എങ്ങനെയെന്നും പറഞ്ഞിട്ട് അവള് അത് ചിലപ്പോ സ്ട്രെസ്സൊക്കെ കൂടി ഉള്ളിൽ ഒതുക്കിയിട്ടോ എന്തോന്നറിയില്ല കൊച്ചിന് അങ്ങനെ സംഭവിച്ചത്. പിറ്റേ ദിവസം വേണുഗോപാലിന്റെ ഒരു ഇന്റർവ്യൂ അല്ല, ഈ ഒരു പാട്ട് റെക്കോർഡിങ്ങിന് അവള് വരാൻ വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. 6 o'clock ആകുമ്പോൾ എയർപോർട്ടിന്റെ അടുത്തായിരുന്നു അവളുടെ ഫ്ലാറ്റ് ചെന്നൈയിൽ. ആ സമയത്ത് കമ്പനി കൊടുത്തിരുന്ന ഫ്ലാറ്റ്. അപ്പൊ രാവിലെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി വിളിച്ചിട്ട് എടുക്കാണ്ടായിട്ട് പിന്നെ തുറന്നപ്പോഴാണ് എല്ലാം പാക്ക് ചെയ്ത് ഡ്രസ് ചെയ്ത പടി ഇങ്ങനെ കിടക്കണം കൊച്ച്, ഹാർട്ട് അറ്റാക്ക്. അതും കഴിഞ്ഞ് ചേച്ചീനെ പിന്നെ 1 മാസം പിടിച്ചു ഞങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. മുറിയിൽ അടച്ച പടി ഇരിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ ആള് പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നത്.
പിന്നെ ആണെങ്കിൽ ഇപ്പൊ പറ്റിയേക്കണ ഇത് കണ്ണിന്റെ കാഴ്ച പോയത്, കാഴ്ച കംപ്ലീറ്റ് പോയിട്ട്. പിന്നെയും പുള്ളിക്കാരത്തി പറയുന്നത് എന്നാ വെച്ചാല്, എനിക്കിതൊക്കെ താങ്ങാനുള്ള ശക്തി ഉള്ളതുകൊണ്ടല്ലേ തമ്പുരാൻ എനിക്ക് തന്നതെന്ന് പറയണം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഇപ്പോഴും ജീവിച്ചു പോകുന്നത് അങ്ങനെ. പിന്നെ ഇങ്ങനെ ജോൺസ് ചേട്ടന് ആദ്യം പെണ്ണ് കാണാൻ വന്ന വിശേഷമൊക്കെ പറയണം. 1981 മറ്റേ പ്രേമഗീതങ്ങൾ ഇറങ്ങി അത് 100 ദിവസം ഓടിയ സമയത്താണ് പെണ്ണ് കാണാൻ നടന്നത്. അപ്പൊ അർജുന മാഷിന്റെ നേതൃത്വത്തോടെ ഒരു 8-10 പേരാണ് പെണ്ണ് കാണാൻ വേണ്ടി വന്നത്. വന്നപ്പോ വലിയ ഗമയില് ജോൺസ് ചേട്ടൻ ചോദിച്ചു, മറ്റേ അവാർഡ് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷിനെ അറിയോ നീ ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു എനിക്കറിയില്ല, യേശുദാസിനെയും ജാനകി അമ്മേനെയൊക്കെ അറിയും ഞാൻ എന്ന് പറഞ്ഞു. അവൻ ചേട്ടന്റെ അവസാനം വരെ പറയുമായിരുന്നു എന്ന് പറഞ്ഞു, എന്നെ നാണം കെടുത്തി, കൂട്ടുകാരുടെ മുമ്പ് വെച്ച് നാണം കെടുത്തി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചേച്ചിയുടെ പാട്ട് പഠിപ്പിക്കാൻ ഹാർമോണിയം ഒക്കെ ഇട്ട്, ചേട്ടന്റെ ഹാർമോണിയം എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. വർക്ക് ചെയ്യില്ല, പക്ഷെ ഞാനതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ കുറെ പാട്ട് പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കും, സാപ്പാസാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേ ചേച്ചി എഴുന്നേറ്റ് പോവും. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ എല്ലാ നേട്ടങ്ങളും കല്യാണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന അവാർഡ്, നാഷണൽ അവാർഡ് വിൻ ചെയ്ത് അതൊക്കെ ചേച്ചിയുടെ അടുത്ത് ഉണ്ടായിരുന്നു, എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചെല്ലുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഓർക്കുമ്പോ വലിയ സങ്കടമാണ്. ഞാൻ മിനിയാന്നും വിളിച്ചിരുന്നു. ഇപ്പൊ കണ്ണും കാണാത്തോണ്ട് ഫോൺ എടുക്കാൻ വരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ. പിന്നെ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ പുള്ളിക്കാരത്തി പോവും. ചേട്ടന്റെ ഏതെങ്കിലും പ്രോഗ്രാം നടക്കണടുത്തൊക്കെ ആൾക്കാർ എങ്ങനെയും കൊണ്ടുപോകും എങ്ങനെയെങ്കിലും. പക്ഷെ കാഴ്ച പ്രശ്നമായപ്പോഴാണ് അത് കൂടുതൽ യാത്ര ബുദ്ധിമുട്ടായത്. അമ്മച്ചിയാണ് കൂടെ ഉണ്ടായിരുന്നത്. അമ്മച്ചി മരിച്ചു ഇപ്പൊ 6 മാസം മുമ്പ്. അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ്. ഫ്ലവേഴ്സ് ചാനലിലൊക്കെ പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ കൂടെ പോയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു, കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പൊ കാഴ്ച ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോ എനിക്കും വിഷമാണ് കാണാനും ഒക്കെ. ഇത് കാണുന്നുണ്ടോ? ഞാൻ ഈ പേപ്പർ കട്ടിങ് കാണിച്ച അതാണ് സൺഡേ വന്ന ജോൺസണും റാണി ചേച്ചിയും മക്കള് രണ്ടുപേരും, ഷാനും. നെല്ലിക്കുന്ന് അവിടെ ഒരു പ്രാവശ്യം കൂട്ടി ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും അതാണ് നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യം. 3 പേരും ആ കല്ലറയില്, അത് അവരുടെ ഫേസ്, ചേട്ടൻ ഗിറ്റാർ പിടിച്ചിരിക്കുന്ന പിള്ളേരുടെ 2 പേരുടെ ഫേസ് കാർവ് ചെയ്ത് വെച്ചേക്കാണ് ആ ഗ്രാനൈറ്റ് ടോപ്പിലെ. അപ്പൊ ചേച്ചി പറയും മോളുടെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പൊ അവള് പറയും മമ്മി ഇവിടെ വെച്ച് കല്യാണം നടത്താൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അത് ഇവര് ജോൺസ് ചേട്ടൻ സിറിയനാണ്, ഞങ്ങള് ലാറ്റിൻ കാത്തലിക്കാണ്. അപ്പൊ പയ്യൻ ലാറ്റിൻ ആയത് കാരണം അവന്റെ ഇടവക ഇവിടെ വെച്ച് കൊച്ചിയിൽ വെച്ചേ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുമായിരുന്നു. എന്നിട്ട് ആ പറഞ്ഞ കൊച്ച് അതേ വെഡിങ് ഡ്രസ് ഇട്ട് അവള് ഇവിടെ വന്ന് കിടക്കുമെന്നും പറഞ്ഞാണ് കരച്ചില് ചേച്ചി. എനിക്ക് ഇന്നിപ്പോ ഓർക്കുമ്പോ എനിക്ക് അതാ വിഷമം. ഇന്നിപ്പോ അവിടെ പോയേക്കുവാ പള്ളിയില്. ഇന്ന് ഇപ്പൊ ഓർമ്മ ദിവസമാണല്ലോ, അപ്പൊ ഇന്ന് നെല്ലിക്കുന്ന് അവിടെ പോവും. അയാളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കരയുന്നതിന്. എന്തോ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ട്രാജഡി ആയിപ്പോയി. ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചു പോകും. താങ്ങണ്ടേ, ഭർത്താവും 2 മക്കളും പോയിട്ടും ഭൂമിയിൽ പിന്നെയും അവശേഷിച്ച് ഇങ്ങനെ. ഭയങ്കര ട്രീറ്റ്മെന്റ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവോ. ഒരു മാസം 1.5 ലക്ഷം രൂപയാണ് ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ. ആ കൗണ്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടേ. അങ്ങനെയൊക്കെ പോകുന്നു. അമ്മച്ചിയും കൂടെ പോയപ്പോ തീരെ ഒറ്റയ്ക്കായി. അതൊക്കെയാണ് ചേച്ചി പറയും. പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയായിരുന്നു ഒരു 5 വർഷം മുമ്പ്, ചേച്ചി, അമ്മച്ചി, ഞാനും ഹസ്ബൻഡും കൂടെ. അങ്ങനെ അതൊക്കെ ഓരോ ഓർമ്മകളാണ്. ഓർത്ത് കഴിയുമ്പോൾ 2-3 ദിവസം ഒരുമിച്ച് രാത്രി 2:30 മണിയായി തിരിച്ചോടി ഇവിടെ എത്തിയപ്പോ. അപ്പോഴും അമ്മച്ചി, ഞങ്ങളൊക്കെ ടയർഡായി. അമ്മച്ചി സാരിയൊക്കെ എടുത്ത് കൂട്ടി ഒരു കടുക് ഏതാണ്ടൊക്കെ കൂടി വറുത്തൊരു വെള്ളമൊക്കെ ഞങ്ങൾക്ക് ഒന്ന് നീർക്കിട്ട് പോകാൻ വേണ്ടി. അതൊക്കെ ഓർക്കുമ്പോ ഓരോ ഓർമ്മകൾ. ഇപ്പൊ ഞങ്ങളൊരു ലാസ്റ്റ് വീക്ക് വേളാങ്കണ്ണി പോയായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനെ വിളിച്ചു, ഞങ്ങളിങ്ങനെ വേളാങ്കണ്ണി പോയി ചേച്ചി, അവിടെ നിന്നാ വിളിക്കണേ. അപ്പൊ കുർബാനപ്പണം കെട്ടാനും പൈസ അടക്കാനൊക്കെ പറഞ്ഞു അവിടെ പള്ളിയിൽ. ഓർത്താ ഭയങ്കര സങ്കടം. ഭയങ്കര ഒരു പുണ്യപ്പെട്ട സ്ത്രീയാ. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ചേച്ചി ഒരു ജീവിക്കണ സെയിന്റ് ആണെന്ന് പറയും ഞാൻ. അത്രയോ ഒരു പാവാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഡ്രൈവിങ്ങിന്റെ കാര്യത്തില് ജോൺസന്റെ മക്കളെ ഇരുത്തിക്കൊണ്ട് ചെന്നൈയിൽ നിന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്യണ പുള്ളിക്കാരത്തിയാ. നൈറ്റ് 7000 രൂപയ്ക്കാണ് സ്പീഡ് ഡ്രൈവിന് പിഴ വരുന്നത്. പഞ്ചപാവം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറക്കെ സംസാരിക്കുക പോലും ഇല്ല. പക്ഷെ ഡ്രൈവിംഗ് ചേട്ടനും പിള്ളേരും പാട്ടും ഡിസ്കഷനൊക്കെ ആയിട്ട് ഇരിക്കും. ചേച്ചിയാണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വരണത് ചെന്നൈയിൽ നിന്ന്. അതിനാള് മിടുക്കിയായിരുന്നു ഡ്രൈവ് ചെയ്യാനും കുക്കിങ്ങും ഒക്കെ ആയിട്ട്. അതുപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലും ചെന്നൈയിൽ വെച്ചിട്ട് എന്താ കാറിന് ഫുഡ് ഉണ്ടാക്കി സ്റ്റുഡിയോയിൽ ചെല്ലും. അപ്പൊ എല്ലാരും പറയും ഇതേ ജോൺസൺ മാഷിന്റെ ഡ്രൈവർ വന്നിട്ടുണ്ടെന്ന് പറയും. ചേച്ചിയാ കൊണ്ടുപോകണം ഫുഡ് ഉണ്ടാക്കി കാറിൽ ഡ്രൈവ് ചെയ്ത് അവിടെ കൊണ്ട്. പിന്നെ ഒരു പാട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കാറിൽ ചേച്ചീനെ ഇരുത്തിക്കൊണ്ട് ഓൾ നൈറ്റ് കാറിൽ ഇരുന്നോണ്ട് ആ പാട്ട് ഇങ്ങനെ റിപ്പീറ്റ് കേൾപ്പിച്ചോണ്ടിരിക്കും.
അപ്പൊ ഈ ബിജു സാർ നേരത്തെ പറഞ്ഞ പോലെ എന്താ കാളിയനെ കൊന്നതിനാലോ എന്നുള്ള വേർഡ്, അപ്പൊ അങ്ങനെ കൊന്നിട്ടില്ല, എന്നാ കാളിയനെ വെന്നതിനാലോ ജയിച്ചതിനാലോ അങ്ങനെ ആ മീനിങ്ങിൽ ആ വേർഡ് ഇടന്ന് ചേച്ചി പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ ആ ചേട്ടൻ അങ്ങനെ അത് പറഞ്ഞു കൊടുത്ത, പക്ഷെ റെക്കോർഡിങ് വന്നു കഴിഞ്ഞപ്പോ അത് ഇങ്ങനെയാ വന്നത്. പിന്നെ അതുപോലെ വേറൊരു വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, ആ പാട്ട്. പിന്നെ ആദ്യമായി കണ്ട നാൾ പാടിവിടന്നൊരു, അതൊരു പാട്ട്. ഇത് ഭയങ്കര നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാ അതൊക്കെ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ, അതൊന്ന്. പിന്നെ രാജഹംസമേ, മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ട് കൊച്ചിയില് വീട്ടിലുള്ള സമയത്ത് പെട്ടെന്ന് ട്യൂണിങ്ങിന് ഓർമ്മ വന്നിട്ട് അനിയത്തിനെ കൊണ്ട് ടേപ്പ് റെക്കോർഡർ എടുപ്പിച്ചിട്ട് മൂളി വെച്ച പാട്ടാണ്. മോഹം കൊണ്ട് ഞാനും കുന്നിമണി ചെപ്പ് തുറന്നു, ഈ രണ്ട് പാട്ടാണ് വീട്ടിലിരുന്ന ആള് ട്യൂൺ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വേറെ മ്യൂസീഷ്യൻസ് ഒക്കെ ഇങ്ങനെ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് പുള്ളി കൈകാര്യം ചെയ്യും. അതായത് തബല, മറ്റേ ഗിറ്റാറ്, വയലിൻ, പിന്നെ ഹാർമോണിയം എല്ലാം വെച്ചിട്ട് ഒരു സ്റ്റേജിൽ അത്രയും ആൾക്കാരെ പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയായിരുന്നു എന്ന് പറയും. അത്ര ഭയങ്കര ടാലന്റഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട് ഇനി ഒരു 10 കൊല്ലം കൂടെ ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര എത്ര നല്ല പാട്ടുകൾ നമുക്ക് കിട്ടിയേനെ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം, സല്ലാപത്തിലെ മോഹം കൊണ്ട് ഞാൻ, രാജഹംസമേ ഒക്കെ എടുത്ത് ഇങ്ങനെ എത്രയോ കേട്ടാലും മതി വരാതെ ആൾക്കാര് അറിയാതെ അറിയാതെ, ഈ പാട്ടുകളൊക്കെ ഒരേ ഷോണറിലുള്ള പാട്ടുകൾ, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതൊക്കെ. ഇനി ഇത്രയൊക്കെ തന്നെയാണ് ചേട്ടനെയും ചേച്ചിനെയും മക്കളെയും കുറിച്ചുള്ള ഓർമ്മകൾ. പിന്നെ അനിയൻ ഇപ്പൊ ഒരു ചാക്കോ മ്യൂസിക് അക്കാഡമി, ജോൺസൺ മ്യൂസിക് അക്കാഡമി എന്നും പറഞ്ഞ് തറവാട് വീടിന്റെ മുകളിൽ നടത്തുന്നുണ്ട് എല്ലാ ഇൻസ്ട്രുമെന്റ്സും, പിന്നെ അതുപോലെ തന്നെ വോക്കലും എല്ലാം ക്ലാസ്സുകൾ. അനിയന്റെ മകനാണ് ചമൻ ചാക്കോ. ഇപ്പൊ കുറെ ഫിലിമിൽ തന്നെ അവാർഡൊക്കെ കിട്ടിയായിരുന്നു പുള്ളിക്ക്. 1983 ഒരു 2018 വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ഒരു ഫിലിം വന്നില്ലേ, പിന്നെ ലോക, അതിലൊക്കെ അവനാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത്, അനിയന്റെ മകൻ ചമൻ. അങ്ങനെ എല്ലാരും തന്നെ ഇപ്പൊ ഇനിയിപ്പം പുതിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ജോൺസൺ അക്കാഡമി ഒരു ഇത് തുടങ്ങും തൃശ്ശൂരിന്ന്. അങ്ങനെയൊക്കെ വരട്ടെ. അപ്പൊ തലമുറകൾ മറക്കാതെ അവര് സംഗീതത്തിൽ കൂടെ അങ്ങ് ജീവിച്ചു പോകും. നമ്മളെ പോലെയുള്ളവർ പൊഴിഞ്ഞു പോണ പോലെ അല്ലല്ലോ. അതൊക്കെയാണ് ഒരു സന്തോഷം. പിന്നെ നേരെ അനിയൻ, ഏറ്റവും ഇളയ അനിയൻ ജോർജ്, പുള്ളി ജോയാലുക്കയിലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ മ്യൂസിക്കിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ചേട്ടനാ. ഞങ്ങൾ ഈ ചേച്ചിയുടെ ഇവിടുത്തെ പൂക്കാട്ടുപടിയിലെ വീടിന്റെ ഇനാഗ്രേഷന്റെ അന്ന് അനിയൻ പാട്ടുപാടിയായിരുന്നു ജോർജ്, ആകാശമാകെ. നല്ലൊരു സിംഗർ, ഏകദേശം ജോൺസനെ പോലെ തന്നെയാണ് കാണാനും. ചാക്കോ വേറൊരു ഫേസാ. ഈ അനിയൻ ജോർജ് ശരിക്കും 12 വയസ്സ് വ്യത്യാസമാണ് ജോൺസണിലും. ജോൺസനെ പോലെ തന്നെയാ കാണാനൊക്കെ അനിയൻ. ചാക്കോ വയലിനിസ്റ്റ് ആണ്. ഒരു അനിയൻ കുറെ ഫിലിമിലൊക്കെ പുള്ളി വായിച്ചിട്ടുള്ളതാണ്. ചാക്കോയുടെ മകനാണ് ചമ്മൻ, ഇപ്പൊ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഫിലിംസിലൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു മ്യൂസിക് പാരമ്പര്യം. ഇപ്പൊ മോളുണ്ടായിരുന്നെങ്കിൽ അവള് നല്ല ഒരു മ്യൂസിക് ഡയറക്ടറായി മാറിയാനെ. ഇപ്പം അവള് ഏതൊക്കെ പാട്ട് ലാസ്റ്റ് ചെയ്ത് വേണുഗോപാലിനെ കൊണ്ട് പാടിക്കാണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ സംഗീത കുടുംബമായിട്ട് തന്നെ അങ്ങനെ പൊക്കൊണ്ടിരിക്കുക. പക്ഷെ ചേച്ചി പാടില്ലെങ്കിലും ഒക്കെ എല്ലാരും പറയും ചേച്ചിയുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു പാടുന്നതിന് വേണ്ടിയിട്ടേ. ഈ മ്യൂസിക് ഉണ്ടാക്കാനും എല്ലാത്തിനും ഭാര്യയുടെ ഒരു സപ്പോർട്ടും കൂടെ വേണമല്ലോ. എല്ലാരും പറയും അത്, ചിത്രയും സുജാതയൊക്കെ എല്ലാരും. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞൊക്കെ നമുക്കറിയാം. ഇങ്ങനെ സാഷ്ടാംഗം ചേട്ടന്റെ കാലയിലേക്ക് വീഴുന്നു പറയും ചിത്രയും സുജാതയൊക്കെ. ചിത്ര എന്ത് കൊടുത്താലും അതിങ്ങനെ പ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പിയെടുത്തോണ്ട്, സുജാതയ്ക്ക് കുറച്ച് മടിയാ, ചേട്ടാ ഒന്ന് ട്രാക്ക് പാടിപ്പിക്കുക, എന്നിട്ട് മാഷെ ഒന്ന് ട്രാക്ക് പാടിപ്പിച്ചിട്ട് പാടാം, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്ന് പറയും. ചേച്ചി പറഞ്ഞിട്ടുള്ള അറിവുകളാ. പിന്നെ കണ്ണിന്റെ കാഴ്ചയൊക്കെ പ്രശ്നമായിരിക്കും. ഈ ഫോണിലൊക്കെ ചിത്രയാണെങ്കിലും ആര് മെസ്സേജ് ഇട്ടാലും ഒക്കെ ഞാൻ തന്നെ ചെന്ന് ഓപ്പൺ ചെയ്ത് കേൾപ്പിച്ചൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ വരെ വന്നു. കാണാൻ പറ്റുന്നില്ലല്ലോ ഫോണിലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മകളില്. എന്തായാലും എല്ലാം എല്ലാവരുമായിട്ട് പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷം. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ജോൺസൺ മാസ്റ്ററിന്റെ? ജോൺസൺ മാഷിന് ഇതൊക്കെ വലിയ ഇഷ്ടമായി. ഈ എന്താ സ്വർണ്ണമുകിലെ,
പിന്നെ അതുപോലെ തന്നെ ആടി വാകാറ്റെ ജാനകി അമ്മേനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടതൊക്കെ ആ സമയത്താന്ന് പറയുന്നത്. ആടി വാകാറ്റെ, പൊന്നുരുകും പൂക്കാലം, ആ പാട്ട്. പിന്നെ ആക്സിഡന്റിന് ശേഷമാണ് എന്തേ കണ്ണന് കറുപ്പ് നിറം. അതും ഭയങ്കര ഹിറ്റായില്ലേ. തലയൊട്ടി ഇങ്ങനെ പൊളന്നായിരുന്നു ട്രെയിനിൽ നിന്ന് വീണിട്ട്. കുറച്ച് നാള് പിന്നെ ഹൈ BP ഒക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാണ്ടൊക്കെ ഇരുന്നായിരുന്നു. പിന്നെ അതാണ് പിന്നെയുള്ള ഫോട്ടോസിലൊക്കെ ഇങ്ങനെ ഒരു വെട്ടുപാട് കാണുന്നുണ്ട് നെറ്റിയില്. പിന്നെ പിന്നെ ആ മണിച്ചിത്രത്താഴിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മതിയല്ലോ. മോള് കോളേജിൽ പഠിക്കുമ്പോ അവള് പറയുമായിരുന്നു ആ മ്യൂസിക് ഇട്ട് അവിടെ കൊളീഗ്സിനെ ഒക്കെ പേടിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പയുടെ പാട്ടിനൊക്കെ എന്ത് എന്താ ഫാൻസ് ആണ് എന്റെ ഫ്രണ്ട്സ് മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു. അതുപോലെ പാട്ട് കേൾക്കുമ്പോ പാടാൻ എളുപ്പമാന്ന് തോന്നും, പക്ഷെ പാടുമ്പോഴേ വിവരം അറിയുള്ളൂ എന്നൊക്കെ അവള് പറയുമായിരുന്നു. അവള് പാടുമായിരുന്നു അത്യാവശ്യം മോളെ. ഷാൻ എന്നാണ്, ടിറ്റു എന്നാണ് അവളെ വീട്ടിൽ വിളിച്ചിരുന്നത്. മോന്റെയും അവളുടെയും കൂടെ പേര് ചേർത്തിട്ട് ടിച്ചൂസ് നെസ്റ്റ് എന്നാണ് അവരുടെ വീടിന്റെ വരെ പേര്. ചെന്നൈയിലെ വീടിനും അതായിരുന്നു പേര്, ഇവിടെ പൂക്കാട്ടുപടിയിലും അങ്ങനെയായിരുന്നു പേര്. അങ്ങനെ എന്തായാലും വളരെ സന്തോഷം. അതുപോലെ കഴിയുമെങ്കിൽ നമ്മുടെ KS ചിത്രയെ കൂടി പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം, കഴിയുമെങ്കിൽ ചെയ്യുക. വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ ബിജു പെരുമുഴ സാറുമായിട്ട് ചേർന്ന് പാട്ടുകൾ പാടാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാന് പക്ഷെ ഇത് ഓൺലൈൻ ആയതുകൊണ്ടേ ടൈമിംഗ് പ്രശ്നം വരുമോന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ഒരു പാട്ട് ഡ്യുവറ്റ് ആയിട്ട് പാടാന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. നമ്മളല്ലെങ്കിൽ ഒരു അത് ശരിയാ ക്രിസ്റ്റി. അത് ഓൺലൈൻ ആകുമ്പോഴേ ഡിബേറ്റ് ചിലപ്പോ നമുക്ക് കിട്ടത്തില്ല. അതിന് പകരം എനിക്ക് സോളോ അല്ല പിന്നെ നമ്മൾ ഒരു സ്റ്റാൻസ് ഒന്ന് പാടി നോക്കാം. ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യും. സമയമുണ്ടല്ലോ അല്ലേ സാർ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ നമുക്കൊരു പാട്ട് പാടി നോക്കാം. നോക്കിയിട്ട് ഓക്കെ. ഇപ്പൊ പാടാനാണോ? അതെ. എന്നാ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം നോക്കാം നമുക്ക് ഒരുമിച്ചാണെങ്കിൽ. ഓക്കെ ഞാനപ്പോ ഒന്ന് എടുത്തോട്ടെ ആ വരികളൊന്നും എടുത്തോട്ടെ. ഓക്കെ. ഞാൻ പിന്നെ ഓൾറെഡി ബുക്കിൽ എഴുതി വെച്ചത് ഇരിപ്പുണ്ട് അവിടെ. നമുക്ക് കരോക്കെ മ്യൂസിക് ഒന്നും ഇല്ലല്ലോ നമുക്ക്. കിട്ടൂല, അതിനകത്ത് കിട്ടൂല. അതെ എന്തായാലും KS ചിത്രയെ പറ്റി പറഞ്ഞ ബ്ലോട്ടിംഗ് പേപ്പറുകൾ ഒപ്പിയെടുക്കുക എന്നുള്ള വളരെ കറക്റ്റ് നിരീക്ഷണം. കാരണം ഇത്രയധികം പാട്ടിനെ സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു പാട്ട് എനിക്ക് തോന്നില്ല. ഓരോ വരിയും ഒക്കെ തന്നെ വളരെ അതുമല്ല ഭയങ്കര ഡൗൺ ടു എർത്ത് ആണെന്ന് പറയും. ചേച്ചി പറഞ്ഞു കേട്ടിട്ട്. ഇവരൊക്കെ ഒരുമിച്ച് ഈ ഔസേപ്പച്ചൻ സാറിന്റെ വൈഫ് മറിയോ, പിന്നെ റാൺ ചേച്ചിയും, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു രവീന്ദ്രൻ മാഷിന്റെ വൈഫ്, ഇവര് മൂന്നുപേരും കൂടെ ഒക്കെ യാത്രകളൊക്കെ പോയിട്ടുണ്ടേ. അപ്പോ ഉള്ള ഓരോ കഥകളും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് ചേച്ചി, ഓരോ രസ കഥകളൊക്കെ. അങ്ങനെ പിന്നെ ഒരു തവണ ഞാൻ സുജാതയുടെ മകളുമായിട്ട് സംസാരിച്ചായിരുന്നു. ചേച്ചിനെ വിളിച്ചപ്പോ എന്റെ കയ്യിൽ ഫോൺ തന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എന്തേ എന്നിട്ട് ഫിലിമിലൊക്കെ ഒന്ന് നോക്കാൻ. ഞാൻ പറഞ്ഞു അതിന് ചേട്ടൻ ചേച്ചിയെ കിട്ടുമ്പോ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമല്ലോ പിന്നെ എന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് അത്ര അങ്ങോട്ട് ഇങ്ങനെ ആൾക്കാരെ അങ്ങനെ പോയി അങ്ങോട്ട് പരിചയപ്പെട്ട് കൂട്ടാക്കണം എന്നുള്ള മൈൻഡുള്ള ആളല്ല. അതുകൊണ്ട് ഈ ഫ്ലവേഴ്സിലൊക്കെ പോയപ്പോഴൊക്കെ ആണെങ്കിലേ ആരെ വേണമെങ്കിലും നമുക്ക് അവരോട് നമ്പർ മേടിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, MG ശ്രീകുമാറും അനുരാധ ശ്രീരാമും ഒക്കെ. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കത്തില്ല നമ്പറുകളോ അവരെ ഒന്ന് വിളിക്കാനും. അതൊക്കെ നമുക്കറിയത്തില്ല, അവരൊക്കെ അവരുടേതായിട്ടുള്ള തിരക്കുകളും ഇതിലൊക്കെ ആയിരിക്കും. അപ്പം നമ്മളൊരു ഔചിത്യം കാണിക്കണമല്ലോ. എങ്ങനെയെങ്കിലും നമ്പർ മേടിച്ച് അവരെ വിളിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഇന്നുവരെ. എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ആയിരിക്കാം. എല്ലാ മുതിർന്നവരിലും ഒരു കുട്ടിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പൊ അത് നടക്കും. അല്ലേ ബിജു സാറേ? ഓക്കെ. സാർ റെഡിയായോ? ഞാൻ ഓക്കെയാണ്. ഓക്കെ നോക്കാം, കേട്ടിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും, ഉള്ളിനുള്ളിൽ താലോലം താളം തേടും, കാണാപ്പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും, ഉള്ളിനുള്ളിൽ താലോലം താളം തേടും, കാവേരി കുളിരോളം
മെയ്യാകെ പെയ്യുവാൻ ചെല്ലച്ചന്തമിഴേണം മോളും തന്നെ. മാലേയ കുളിർമഞ്ഞിൻ മാറ്റോലും തൂവലാൽ മഞ്ഞൾ തൂമണമെങ്ങും തൂകും നേരം നിന്റെ ലോലലോലമാം ഉൾപ്പൂവിനെ മൃദുദളങ്ങൾ മധുകണങ്ങൾ തഴുകുമെന്നോ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും നാടോടി കിളിപ്പാടും നാവേറിന്നീണവും നല്ലോമൽ കുടമേന്തും പുള്ളോ പെണ്ണും നാലില്ലം തൊടിനീളെ മെയ്യും പൂവാലിയും പിറൽ പൂങ്കുട ചൂടും നാഗത്താവും. നാം തമ്മിലൊന്നു ചേരുമീ യാമങ്ങളിൽ അഴകുഴിഞ്ഞും വരമണിഞ്ഞും ഉണരുമെന്നോ. വെള്ളിത്തിങ്കൾ പൊങ്ങുന്ന തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും. കാണാപ്പൂഞ്ചെപ്പിലെ തങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ വെള്ളിത്തിങ്കൾ പൊങ്ങുന്ന തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും. കേൾക്കുന്നവർക്ക് എങ്ങനെ കേട്ടു എന്നറിയില്ലല്ലോ. നമുക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലേ? നന്നായിരുന്നു. ഒരു കാര്യം ഓർമ്മ, വൈക്കത്തെ അഷ്ടമി നാളിൽ ഞാൻ എൻ്റെ വഞ്ചിക്കാരിയെ കണ്ട പാട്ട് ആ രംഗം ഉണ്ടല്ലോ, രണ്ടു സ്ഥലത്തു നിന്ന് പാടുന്ന രംഗം. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, അത് ഓർമ്മ വന്നില്ലേ? പാട്ടുകൾ നമുക്ക് അതിനകത്ത് എടുക്കാം. അതെ അതെ ഇപ്പൊ ഇതൊക്കെ ഉള്ള സംവിധാനം ഉള്ളതുകൊണ്ടേ അതെ അതെ. പ്രത്യേകിച്ച് സാധാരണ ഇങ്ങനെ ഓൺലൈൻ ലാഗ് വരും എന്നാണ് ഞാൻ കേട്ടേക്കണേ. പക്ഷെ ഇതിപ്പോ വലിയ കുഴപ്പമുണ്ടായില്ലെന്ന് തോന്നുന്നു. ഇത്തവണ കുഴപ്പം വന്നില്ല. നമുക്ക് താളം ഇട്ട് പാടി നല്ല correct ആയിട്ട് പാട്ടായിരുന്നു. സൂമിൽ ആദ്യമായിട്ടാണ് ഒരു ഡിബറ്റ് പാടുന്നത്. ഇരിക്കുന്നത് അല്ലേ? പാടുന്നത്. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ സ്റ്റൈല? അത് കേൾക്കാൻ കറക്റ്റ് ആയിട്ട് നല്ലതായിരുന്നു. ചിലര് പാടുമ്പോ ഈ റേഞ്ച് പ്രശ്നം ഉച്ചസ്ഥായിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവാതെയൊക്കെ ഇരിക്കും. ഇത് നന്നായിരുന്നു. ഓ താങ്ക് യു താങ്ക് യു. ഓൺലൈനിൽ ഒരു 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 എന്താ പറയുന്ന ഒരു പരീക്ഷണമാണ് നമ്മൾ നടത്തിയെന്ന് ആ വേണമെങ്കിൽ പറയാം. പോയിന്റ് പോലെ നമുക്കിരിക്കട്ടെ. ആദ്യ പരീക്ഷണം സക്സസ്. നമുക്കിരുന്ന് അതെ അതെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പരീക്ഷിച്ചാലോ? പിന്നെ എന്നാ? ഡിവറ്റ് ഇനി എനിക്കൊന്ന് ക്രിസ്റ്റിയുടെ ഒരു സോളോ കേൾക്കുന്നതായിരിക്കും നമുക്ക്. അതാണ് ഇനി രണ്ടുപേരും ഒറ്റയ്ക്ക് ഓരോ പാട്ട്. ഒറ്റയ്ക്കുള്ള പാട്ട് ഒരു പാട്ട് അത് നോക്കാം. ക്രിസ്റ്റിയുടെ പാട്ട് നമുക്ക് കേൾക്കാമല്ലോ. ജോൺസൺ മാഷിന്റെ തന്നെ അല്ലേ വേണ്ടേ? അതെ, ജോൺസൺ മാസ്റ്റർ തന്നെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, യാതൊരു സംശയമില്ല. ധൈര്യമായിട്ട് പാടും. താങ്ക് യു. വളരെ നല്ലൊരു ഗായികയാണ്. നമുക്കത് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു ഗായിക തന്നെയാണ്. താങ്ക് യു. ആടിവാ കാറ്റേ പാടിയാലോ, അല്ലെങ്കിൽ പാതി മെയ് മറന്ന്, ഏതാണ് വേണ്ടത്? ഏത് ആളിലും കുഴപ്പമില്ല. ഇതാണെങ്കിലും പാടിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ആടിവാ പാട്ട് പാടിക്കോളൂ. ഞാൻ പാതി മെയ് പാടിക്കോളാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ ഫോർ യു. ഓ ഇറ്റ്സ് ഓക്കെ. ഓക്കെ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവുമായി പൂങ്കാറ്റേ ലാലാലാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ.
ചെല്ലക്കുറിഞ്ഞി പൂത്തോ ഇല്ലി കാടും പൂവിട്ടോ ചെല്ലക്കുറിഞ്ഞി പൂത്തോ ഇല്ലി കാടും പൂവിട്ടോ ആയിരം വർണ്ണജാലം ഓടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ ഈണം ഏറ്റുപാടും സ്നേഹദേവതാതേ വരൂ നീ വരൂ ടരരരരട്ട. പാടി വാക്കാട്ടെ പാടി വാക്കാട്ടെ ആയിരം പൂക്കൾ നുള്ളിവാ പന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചോ ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചോ ആരുടെ താതമായ ഓടും മേഘമഞ്ചലിൽ ആരെ തേടി വന്നണഞ്ഞോ നീ പാടിമാസ കാറ്റെ ദേവദൂതർ പാടും ഈ വഴി ടരരരരട്ട. ആടി വാക്കാട്ടെ പാടി വാക്കാട്ടെ ആരണ പൂക്കൾ നുള്ളിവാ മന്ദിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവുമായി പൂങ്കാറ്റേ ലാലാലാ. ടരരരരട്ട. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും വളരെ ഞാനീ മനോഹരമായിട്ട് പാടി. ചരരര പാടിയില്ലേ ഞാൻ തനിയെ ഇടണോന്ന് ഓർത്തിരിക്കരുത്. ടരരര പാടിയില്ലെങ്കിൽ ആ പാട്ട് ഒരു പറഞ്ഞ പൂർണ്ണമാവില്ല. ആ ലിങ്ക് ഇല്ലെങ്കിൽ ആ പാട്ട് പാടാൻ പറ്റത്തില്ല. വയലിൻ ആ അതെ വയലിൻ ഒരു 10 വയലിനായിരിക്കും, 10 അതിൽ കൂടുതലായിരിക്കും. അതെ ടരരര. അതെ. അതാണ് താങ്ക് യു. ചില പാട്ടുകളിൽ ചില ഇൻസ്ട്രുമെന്റ് ബീറ്റ് ഇങ്ങനെ ഭയങ്കര അതിന് ജീവൻ കൊടുക്കുന്ന ആ ഇതായിരിക്കും ചില ഈണം. അതെ ജോർജ് മാസ്റ്റർ തന്നെ ഇപ്പൊ വളരെ എന്താണ് ഒരുപാട് ബഹളമില്ലാതെ വരുന്നോണ്ടാണ് നമുക്ക് ഇതിപ്പോ അറിയാൻ പറ്റുന്നത്. ടരരര കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുക. അത് തന്നെ എന്തൊരു സുഖമാണ് കേൾക്കാൻ. വയലിൻ മാത്രമാണ് ആ ഒരു ബെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതുപോലെ മണിച്ചിത്രതാഴിന്റെ ഇതില് വീണ മാത്രം കൊണ്ടാണ് ആ ഹൊറർ മൊമെന്റ്സ് ചെയ്തിരിക്കണത്. പാട്ട് ചെയ്തിരിക്കുന്നത് എം ജി രാധാകൃഷ്ണനാണ്. പക്ഷെ അതിന് അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഈ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഇതിന്റെ എന്താ പറയാ തൂവാനത്തുമ്പികളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറെ ആൾക്കാര് മൊബൈൽ റിംഗ് ടോൺ ആയിട്ട് കൊണ്ടുനടന്നിരുന്ന കുറെ. നമ്മൾ അവരെ കാണുമ്പോ ഉണ്ടാവുന്ന ഒരു അത് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു പശ്ചാത്തല സംഗീതം കൊണ്ട് തന്നെ എന്നും മനസ്സിൽ ജീവിക്കുന്നതാണ് അതൊക്കെ. അതുപോലെ മധുരം ജീവാമൃത ബിന്ദു, കിരീടത്തിലെ പാട്ടുകളൊക്കെ, അതുപോലെ സ്വർണ്ണമുഖിലെ എത്ര രസമുള്ള പാട്ടുകളാണ് അതൊക്കെ. രാജഹംസം. ഞാൻ ഒരു 10 വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ കുറെ നല്ല മെലഡീസ് ഉണ്ടാവുമായിരുന്നു. വളരെ സുന്ദരമായ പാട്ടുകളാണ് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഔസേപ്പച്ചൻ സാറും ഏകദേശം ജോൺസണൊക്കെ സെയിം ഏജ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ സ്കൂളിൽ ഒരു ചന്ദ്രശേഖർ സാറില്ലേ, ട്രിവാൻഡ്രംകാരൻ, വോയിസ് ഓഫ് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നാണ് പണ്ട് അങ്ങേറെ ചെറുപ്പകാലത്ത്. അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അന്ന് പാട്ടും കൊണ്ട് നടന്ന ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അന്ന് ബാങ്ക് ജോലിക്ക് വേണ്ടി പോയി. പറഞ്ഞിട്ടുണ്ട്. നെയ്ബർ ആണോ അവിടെ ട്രിവാൻഡ്രത്ത്? നെയ്ബർ അല്ല, കുറച്ച് മാറിയാണ്. കാണും പല പുള്ളി ഇവിടെ മിക്ക പാവപ്പെട്ട ഗ്രൂപ്പുകളിൽ ഉള്ളതാണ്. ബിജു സാറിന്റെ ഊഴമാണ്. സാർ സമയമായില്ലേ? മണി 10:10 സാറിന് പാട്ടുകൂടെ പാതിമയിനുള്ള സമയമുണ്ട്. പാതിമയി കേട്ടിട്ട് ഞങ്ങള് പോകുന്നുള്ളൂ. അത് ഭയങ്കര രസമുള്ള പാട്ട്. അതല്ലേ പിക്ചറൈസേഷൻ ശ്രീനിവാസന്റെ ചമ്മലും. നമുക്ക് ആ സീൻ ഉടനെ ഓർമ്മ വരുന്നുള്ളൂ. അതെ 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 അതെ. പാതിമൈ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ
രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ പാതിമെയ് മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ അറിയാതുണർന്നു കതിരാർന്ന ശീലുകൾ കളമൈനകൾ രാപ്പന്തലിൽ പാടി ശുഭരാത്രി ഏതോ കുഴലിൽ തെളിയും സ്വരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃത കണം വീണു. ഇത്തരുന്നത് ചുമ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇതിൽ നിർത്താമെന്ന് വിചാരിക്കണം. ഞാൻ ഓൾറെഡി വെള്ളം എടുത്ത് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. എനിക്ക് ഇത് മാറിയിരുന്നില്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, സോറി. പകരുന്നു തെളിയുന്നതാം മഴവിൽ കൊടി പോലെ ആയിരം കൈകളാൽ അലകളെഴുതുന്ന രാവിൽ കനവിൽ മുകുളങ്ങളിൽ അമൃത കണം വീണു പാതിമേ മറഞ്ഞതെന്ത് സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം നീ പാതിമേ മറഞ്ഞതെന്ത് സൗഭാഗ്യതാരമേ. അറിയത്തില്ല, ഞാനിത് അത്ര പാടിയിട്ടില്ല ഈ പാട്ട്. അതിപ്പോ ഒരു ഡുവറ്റായി മാറിയില്ലേ, അതാണ് പകുതി വെച്ച് മറ്റേ ശങ്കരാഭരണം പോലെ ആയി. അതിനുവേണ്ടി ചുമച്ചതാണോ? പൂർണ്ണമായി മാറിയില്ല, അതിങ്ങനെ നിക്കുന്നു, മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇത് ശങ്കരശാസ്ത്രികൾ പാടിയിട്ട് കഴിയുമ്പോഴത്തേക്കാണല്ലോ ശങ്കരാഭരണം തീരുന്ന. അപ്പൊ അത് അത് ഞങ്ങളുടെ പാട്ടുകാരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒരാൾക്കൊരു ഇത് തന്നിയാ നമ്മളപ്പോ അതിനെ ലിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നു പലപ്പോഴും, അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോ ക്ലീൻ ആയിട്ട് കൂടെ പാടാൻ പറ്റും. അപ്പൊ അതപ്പോ പാട്ട് മുഴുവനാക്കിയല്ലോ അപ്പൊ നമുക്ക്. അതാണ് എന്തായാലും വളരെ സന്തോഷം. നമുക്ക് പരിപാടി അവസാനിപ്പിക്കുന്ന സമയമാകുന്നു. ഔപചാരികമായിട്ട് നന്ദി പറയാനായിട്ട് ഡോക്ടർ അജിനേഷ് ക്ഷണിക്കുന്നു. ഡോക്ടർ അജിനേഷ്. താങ്ക് യു ഡോക്ടർ മനോജ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ നന്ദി പറയുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്താന്ന് പറഞ്ഞാല് കുടുംബവിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രൊഡക്ഷനാണ് ആ സിനിമ. എന്റെ മൂത്ത അമ്മാവനാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അതില് മാസ്റ്ററാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പാട്ട് എഴുതുമ്പോൾ, പാട്ട് എഴുതിയതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു കേൾക്കലുണ്ട്. അത് ഒന്ന് മ്യൂസിക് കൊടുത്തു കഴിയുമ്പോൾ അതിൽ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ കേൾക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് ഒരു വലിയ ഓർമ്മയാ ആ പാട്ടും. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി, ബാക്കിയൊന്നും. വേറെ പാട്ട് അതിലുള്ള? അതിലെ വേറെ പാട്ടിനേക്കാൾ ഈ പാട്ട് ഞങ്ങൾ എല്ലാരും കാണാതെ പഠിക്കുകയും സ്കൂളിൽ പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ ഇത് പാടുകയൊക്കെ ചെയ്തിട്ടുള്ളതാ. അപ്പൊ പാടുന്നുണ്ടല്ലോ, പാടായിരുന്നല്ലോ. മാഡത്തിന്റെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടായി ഈ ആടിവാകാറ്റെ പാടിവാകാറ്റെ പാടിപ്പോ നുള്ളിവാ. ആ നുള്ളി ആ യഥാർത്ഥ പാട്ടുകാരിയേക്കാളും നല്ലോണം ഉള്ള നുള്ളലായിരുന്നു മാഡത്തിന്റെ. പാട്ടിലൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ എന്താ പറയുക, നമ്മൾ നുള്ളുക എന്ന് പറയുമ്പോ ആ നുള്ളുന്ന എക്സ്പ്രഷൻ, നാണം വരുമ്പോ നാണത്തിന് ഒരു എക്സ്പ്രഷൻ പാട്ടുകാരിയിലും വരണമല്ലോ. ജാനകിയമ്മ ഞാൻ പറഞ്ഞു, ജാനകിയമ്മ വലിയ പാട്ടുകാരി തന്നെയാണ്, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ നുള്ളുക യഥാർത്ഥത്തിൽ നുള്ളി വരുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാനത് താങ്ക് യു. ഞാനെന്നാ ആ പാട്ടങ്ങനെ പാടിയിട്ടുള്ള പാട്ടല്ല, ഈ രണ്ട് പാട്ടും അധികം പാടിയിട്ടുള്ളതല്ല. പിന്നെ സോളോ എടുക്കണമല്ലോ. പക്ഷെ ഈ കുടുംബവിശേഷത്തിലെ പാട്ട് മിക്കവാറും ആളുകളുടെ മനസ്സിലില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഇത് ഒരുപാടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, വേറെ പാട്ട് അതിലുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ട് മറ്റേ എല്ലാ പാട്ടും ഞങ്ങൾ കേൾക്കുന്നതാണ്. പക്ഷെ എന്നാലും അതിലെപ്പോഴും ഇത്തിരി കൊണ്ടു മുത്തിരികൾ കൊത്തിയിടുന്ന
കിക്കിളികൾ, ആ ഇത്തിരി കൊണ്ടും ഒത്തിരികൾ എന്നുള്ള ആ വരി, അതുപോലെ കൊച്ചുമോഹം കൊണ്ടു മച്ചുമേയും, ആ 2-3 വരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ആ ഓർമ്മകളാണ്. ആ സിനിമയും അതിന്റെ പ്രൊഡക്ഷനും അത് ഷൂട്ടിങ് കാണാൻ പോകുന്നതും. ഈ അനിൽ ബാബു ആയിരുന്നു അതിന്റെ ഡയറക്ഷൻ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വീട്ടിൽ വന്നിരുന്ന് ഒരു അതിനെക്കുറിച്ച് ഷൂട്ടിംഗ് കാണുമ്പോഴാണല്ലോ അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എന്റെ വീട്ടിൽ 1-2 സീരിയൽ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാനത് മനസ്സിലായി, ഇത്ര പാടാണോ ഒരു ഫിലിം. നമ്മളത് 3 മണിക്കൂർ കൊണ്ട് കണ്ടിങ്ങ് പോരും. പക്ഷെ എത്ര പേരുടെ എഫേർട്ടും കഷ്ടപ്പാടും ഒക്കെ അപ്പൊ പറയണ്ട. അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് നന്ദി പറയാൻ ഉദ്ദേശിക്കപ്പെട്ട ആളല്ലായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ വന്നു. അപ്പൊ ആ ഓർമ്മ എനിക്ക് വരികയും ചെയ്തു. എന്തായാലും വലിയ സന്തോഷം, അതുകൊണ്ട് നന്ദി പറയുന്നതില്. താങ്ക് യു. അപ്പോ ഈ പ്രോഗ്രാമില് പിന്നെ സ്വാഗതം ചെയ്ത നമ്മുടെ ഡോക്ടർ ഷൈലയെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ക്രിസ്റ്റീന മാഡം വന്ന് നമുക്ക് താങ്ക് യു. വളരെ അതായത് ജോൺസൺ മാസ്റ്റർ സഹോദരിയും ഞങ്ങളുടെയും ഒരു മെമ്പറായി മാറിയതുപോലെ പെട്ടെന്ന് നമുക്ക് അടുക്കാൻ സാധിച്ചു. വലിയ സന്തോഷം. ഇത് ഹോമിയോ ഡോക്ടേഴ്സിന്റെ ഇതാണല്ലേ? ഹോമിയോ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, ഹോമിയോ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ ഫാദറിന്റെ യങ്ങർ സിസ്റ്റർ ഹോമിയോ ഡോക്ടറായിട്ട് റിട്ടയർ ചെയ്ത ഗസ്റ്റ് റാങ്കിലെ ഫിലോമിന ജോസ്. ഏജ് ഉണ്ട്, 80 വയസ്സായി. അറിയില്ലായിരിക്കും. ഹോമിയോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണേ. ശ്രീ ബിജു പെരുമ്പുഴ ഇതിനു മുമ്പും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു ഭാഗമാണ്. ഈ പറഞ്ഞ പോലുള്ള സംഗീത പരിപാടികളിലൊക്കെ ഞങ്ങൾക്ക് വളരെ ഒരു ശക്തി തരുന്ന അദ്ദേഹത്തിനെയും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഈ സ്പെഷ്യൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്ന ഡോക്ടർ മനോജ് ഇങ്ങനെ ഓരോ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബം വളരുകയാണ്. വലിയ കുറെ ആൾക്കാർ നമ്മളിലേക്ക് ചേരുകയാണ്. അതിന് പ്രത്യേകം നന്ദിയുണ്ട് ഡോക്ടർ മനോജ്. പിന്നെ ഇവിടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയാർ സാർ ഉണ്ടായിരുന്നു. വന്നില്ലെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഡോക്ടർ മനു മഞ്ജിത്തിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ ഡോക്ടർ ഷഫീഖ്, മറ്റ് എല്ലാ മെമ്പേഴ്സും, പിന്നെ ഡോക്ടർ ധനേഷ്, മറ്റുള്ള ദിവസത്തെ പ്രോഗ്രാമിനൊക്കെ ഓടി നടക്കുന്ന ഒരുപാട് പേര്, ധനേഷ് ഡോക്ടർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ ഈ ഫോറത്തിലുണ്ട്. 5 വർഷം കൊണ്ട് ഈ പരിപാടി ഒരു ദിവസം പോലും, ഒരു ലീവ് പോലും എടുക്കാതെ അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും, എല്ലാ ഹോമിയോപ്പതിക് ലവേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു. ഓക്കെ, അപ്പോ ഈ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, പ്ലേറ്റഡ് കൗണ്ട് കുറയുന്ന ഹോമിയോപ്പതി നല്ല ഫലപ്രദമായ മരുന്നുണ്ട്. മാഡത്തോട് പറയുക, ഇനി അതേ ഉള്ളൂ രക്ഷയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രത്തോളം കഷ്ടപ്പാടുണ്ടാവില്ല. ഇല്ല, എല്ലാം ഒക്കെ നോക്കിയായിരുന്നു ഹോമിയോയും ഒക്കെ. പക്ഷെ പുള്ളിക്കാരത്തിക്ക് അങ്ങനെ എന്താ പറയാ, ഹോമിയോ ഒക്കെ ഞങ്ങള് പറഞ്ഞൊക്കെ, ഞാനൊക്കെ എന്റെയൊക്കെ വീട്ടിൽ കുഞ്ഞിലെ തുടങ്ങിയ ഹോമിയോ ആണ്. ആന്റി ഡോക്ടറായത് കാരണം ഞങ്ങളൊക്കെ അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് എടുത്തിട്ടില്ല. അപ്പൊ നമ്മളതൊക്കെ പറഞ്ഞു ചേച്ചിക്ക്. പക്ഷെ ഇതിങ്ങനെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ അതിന്റെ ടാബ്ലറ്റോ ചെന്നില്ലെങ്കിൽ കൗണ്ട് പെട്ടെന്ന് താഴോട്ട് പോയ ഉടനെ നമ്മൾ അത് ഫലപ്രദമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം പരിപാടിയിൽ പങ്കെടുത്തത്. നമുക്ക് അവസാനിപ്പിക്കാം. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന എല്ലാ ശുഭപ്രതീക്ഷ. ദിവസവും ഉണ്ടോ ഇപ്പൊ ഈ പ്രോഗ്രാം? കഴിഞ്ഞ 2176 ദിവസം കൊണ്ട് തുടർച്ചയായിട്ടുണ്ട്. ഓ, ഞാൻ ഫസ്റ്റ് ടൈം ഇപ്പൊ ബിജു സാറ് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുന്നത്. ഇനിയും വന്നോളൂ മാഡം. ഇനിയും ഞങ്ങൾ ഇതുപോലെ ഓരോരുത്തരെ ഓർക്കുന്ന ദിവസങ്ങളിൽ മാഡം. അപ്പൊ ഇനിയിപ്പോ ഒരു സജീവ സാന്നിധ്യമാക്കാം നമുക്ക്. പാടിയും പറഞ്ഞു ഒരാള് പാട്ടുപാടാൻ ഒരാളൂടായി. അതെ. അപ്പൊ എല്ലാരും തന്നെ ഓക്കെ, സന്തോഷം. നാളെ ഇതേ സമയം വീണ്ടും കാണുന്ന ശുഭപ്രതീക്ഷയോടെ ശിവരാത്രി. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.